2020 എന്ന പ്രസ്ഥാനവും NDA സഖ്യത്തിൽ ലയിച്ചതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ചില വാദങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്? 2020 കേരളത്തിൽ കുന്നത്തുനാട്ടിൽ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ വരച്ചിട്ട ഒരു വികസന മാതൃകയുണ്ട്, ഒരു ജനമുന്നേറ്റ ഗാഥയുണ്ട്, ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റമുണ്ട്. ഈ മുന്നേറ്റം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ശ്രദ്ധയിൽപ്പെടുകയും നാടിൻ്റെ വികസനത്തിനും പൊതുജനങ്ങളുടെ നന്മയ്ക്കും സാധാരണക്കാരൻ്റെ ഉന്നമനത്തിനും വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ 2020യെ ചേർത്ത് പിടിക്കുകയും അവർ തങ്ങളിൽ ഒന്നിച്ച് കക്ഷി ചേരുകയുമാണ് ഉണ്ടായത്. തന്മൂലം കുന്നത്തുനാട്ടിൽ വരാൻ പോകുന്നത് വലിയ വികസന പദ്ധതികളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അത് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്നും ഒരു ജനപ്രതിനിധി ഉണ്ടാവണം. അതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിലല്ല നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അത് നിയമപരമായി കിട്ടേണ്ടതാണ്, വാങ്ങിച്ചെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിനുമപ്പുറം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലോകാരാധ്യനായ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും ഒട്ടേറെ പദ്ധതികളും പരിപാടികളിലും കുന്നത്തുനാട്ടിലേക്ക് ഒഴുകിയെത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജാഗരൂകരായിരിക്കണം. NDA സഖ്യത്തെക്കുറിച്ചും 2020യെക്കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചുമൊക്കെ ഇവർ ലക്കും ലഗാനുമില്ലാതെ പരാജയ ഭീതി പൂണ്ട് പറയുന്ന വർത്തമാനങ്ങളിൽ നമ്മൾ ചെവി കൊടുക്കാതെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാനും നിങ്ങളും നമ്മളുമൊക്കെ അതിവേഗം കടന്നു പോകും. പക്ഷേ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്. അത് നരേന്ദ്രമോദിയും 2020യും അടക്കമുള്ള സംഘടനകളുടെ കൂട്ടായ്മ, നന്മയുടെ കൂട്ടായ്മ, സത്യത്തിൻ്റെ കൂട്ടായ്മ, ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയായിട്ടാണ് NDA സഖ്യം 2020യൊക്കെ ഇത്തവണ ജനങ്ങളെ സമീപിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ.